കുറഞ്ഞ സ്ഥലത്ത് സാധനങ്ങൾ അടുക്കി വെക്കാൻ മീഷോയിൽ നിന്നും കുറഞ്ഞ വിലയിൽ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ ടോയ്സ് ഒക്കെ അടുക്കി വെക്കാനുള്ള ഒരു ബാഗാണ്. കുട്ടികളുള്ള വീട്ടിലൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരുപാട് ടോയ്സ്, സോഫ്റ്റ് ടോയ്സ് ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ടോയ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പല സ്ഥലത്തോടെയായിട്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം ഒറ്റ സ്ഥലത്ത് നല്ല രീതിയിൽ നമുക്ക് ഇതങ്ങനെ അടുക്കി വെക്കാൻ പറ്റും. നല്ല ഹൈറ്റൊക്കെയുള്ള നല്ലൊരു ബാഗാണ് കേട്ടോ. 198 രൂപയാണ് വില വരുന്നുള്ളൂ. തികച്ചും അഫോർഡബിൾ പ്രൈസിൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. അപ്പോൾ വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ അടുത്തതൊരു മിറർ യൂണിറ്റ് ആണ്. നമ്മുടെ വാഷ് ബേസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വയ്ക്കില്ലേ, മിറർ വയ്ക്കില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു മിറർ യൂണിറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനും പറ്റും. നമ്മുടെ ബ്രഷ്, അതുപോലെ ഷേവിങ് സെറ്റ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫേസ് വാഷ് അങ്ങനെയുള്ളതൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ വില 750 രൂപയാണ് വരുന്നത്. അപ്പോൾ മാർച്ച് 16 ബ്ലോക്ക് ബസ്റ്റർ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കാർട്ടിൽ ഇട്ട് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടും. ഞാനിത് മേടിക്കുമ്പോൾ 600 രൂപയായിരുന്നു വില ഉണ്ടായിരുന്നത്. ഞാനിതുപോലെ എന്തെങ്കിലും സെയിലൊക്കെ വന്നത് ഇങ്ങനെ നോക്കും. അപ്പോൾ ആ ടൈം ആകുമ്പോൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു അത്യാവശ്യം നല്ലൊരു വില കുറവിൽ കിട്ടും. ഓൾറെഡി വില കുറവാണ്, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ വില കുറവിന് നമുക്ക് കിട്ടും കേട്ടോ. മീഷോയിലാണെന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും കുറേ കോയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു റേറ്റ് ആയിരിക്കില്ല, ഇതിനേക്കാളും നല്ല വില കുറച്ച് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അത് അടുത്തതൊരു ബുക്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത ബുക്സ് ഓർഗനൈസറാണ്. നമ്മുടെ ടേബിളിൻ്റെ ടോപ്പിലൊക്കെ വയ്ക്കാൻ പറ്റിയത്. അപ്പോൾ കുട്ടികളുടെ റൂമിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ഇതേ ഒരു എന്താ പറയുക, പസിലോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ ഒരു പീസായിട്ടാണ് വന്നത്. നമ്മൾ എന്നിട്ട് അത് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളുടെ ടേബിളിലൊക്കെ ആണെങ്കിൽ ബുക്സ് ഒക്കെ എടുത്ത് വയ്ക്കാനും അതുപോലെ ഓഫീസിലൊക്കെ ആണെങ്കിലും നമുക്കത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്ലിക്ക് ആൻഡ് ബൈ ഹബ്ബ് എന്നുള്ള രീതിയിൽ ഒരു വാട്സപ്പ് ലേഡീസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ലേഡീസ് മാത്രം ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതുവഴി അതുപോലെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടുതൽ തന്നെ ഒരു സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓരോന്നും എന്ത് ബുക്സാണ് എന്നൊക്കെ എഴുതി വയ്ക്കാനുള്ള ഒരു ഇതും കൂടെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് ഇതുപോലെ വയ്ക്കാൻ പറ്റും. ഇതിന് വില വരുന്നത് 301 രൂപയാണ്. പക്ഷേ ഞാൻ മേടിക്കുമ്പോൾ 250 രൂപയ്ക്കായിട്ടാണ് കിട്ടിയത്. മീഷോയിൽ നിന്നുള്ള ഒരു കോയിൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് 250 രൂപയ്ക്ക് കിട്ടിയത്. പിന്നെ അടുത്തത് നമ്മുടെ ഒരു ഓർഗനൈസർ ബാഗാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രേഖകളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയത്. ഒരു വീട്ടിലത്തെ ആകുമ്പോൾ ഇപ്പോൾ പാസ്പോർട്ട് ആണെങ്കിൽ വീട്ടിലത്തെ എല്ലാവരുടെയും പാസ്പോർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് എടുത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം, കാരണം ഒരു ഫോട്ടോ വേണമെന്നൊക്കെ പറയുമ്പോഴൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുത്തു കൊടുക്കാൻ പറ്റും. മറ്റേന്ന് പറയുമ്പോൾ ആ ഫോട്ടോ എവിടെ കൊണ്ടുപോയി വെച്ചാൽ ഞാൻ അലമാരിയിൽ എവിടെയോ വെച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ടെങ്കിൽ എല്ലാ കാര്യവും എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടന്നു പൊക്കോളും. മറ്റേ നമ്മൾ ഈ സാധനങ്ങൾ അന്വേഷിച്ച് കിടന്ന് ഒരു ഇന്ന സമയം കളഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ എന്താ പറയുക ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ബാഗാണ് കേട്ടോ. പിന്നെ ഇതിന് നമ്പർ ലോക്കും ഉണ്ട്. 296 രൂപയാണ് വില വരുന്നത്. എന്തായാലും ആ വിലയ്ക്ക് ആയിരിക്കില്ല, നമുക്ക് എന്തായാലും അതിനേക്കാളും നല്ല കുറച്ച് തന്നെ വിലയ്ക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ബ്ലോക്ക് ബസ്റ്റർ സെയിലിൻ്റെ കാര്യം മറക്കരുത്. 16 കേട്ടോ സെയിൽ നടക്കുന്നത്. അപ്പോൾ അന്ന് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഓരോ ബ്ലോക്ക് ബസ്റ്റർ സെയിൽ അങ്ങനെയൊക്കെ ഓരോ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നോക്കി നമ്മൾ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ആ ഒരു ട്രോളി ബാഗിൽ നമുക്കിതിങ്ങനെ ഒരു വച്ച് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഒരു ഹാൻഡിലില്ല അതിനകത്ത്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതൊരു മേക്കപ്പ് ഓർഗനൈസറാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ടും ഒക്കെ യൂസ് ആക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഓർഗനൈസറാണ്. ഇതിൻ്റെ ഞാൻ 2 കളറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വൈറ്റും ഒന്ന് പിങ്ക് കളറും. അപ്പോൾ ചെറിയൊരു ഡ്രോയും അതിനകത്ത് തന്നെ. അപ്പോൾ നമ്മൾ വാച്ചൊക്കെ ഇപ്പോൾ എവിടെ യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ വാച്ചൊക്കെ പെട്ടെന്ന് എടുത്ത് വയ്ക്കാനും ഒക്കെ നല്ലതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ എന്താ പറയുക പെന്നൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഓർഗനൈസർ തന്നെയാണ്. ഇതിന് വില വരുന്നത് 100 രൂപയാണ് വില വരുന്നത്. എല്ലാത്തിനും തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതും ഒരു എന്താ പറയുക ഒരു ടേബിൾ ഓർഗനൈസർ എന്ന് തന്നെ പറയാം.
പേനയും അതുപോലെ എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ചെറിയ ഡ്രോയോട് കൂടിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. ഇപ്പോൾ കുട്ടികളുടെ ടേബിളിലൊക്കെ ആകുമ്പോൾ പേന, അതുപോലെ ക്രയോൺസ്, സ്റ്റിക്കി നോട്ട്സ്, സ്റ്റാപ്ലർ, അങ്ങനെ പലതും പല സ്ഥലത്തായിട്ട് ചിതറിക്കിടക്കാതെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് നന്നായിട്ട് അടുക്കി പെറുക്കി എടുത്ത് വയ്ക്കാൻ പറ്റും. പെട്ടെന്ന് എടുക്കാനും പറ്റും. അത് അന്വേഷിച്ച് കിടന്ന് ഒരുപാട് സമയം കളയൊന്നും വേണ്ട. ഈ ചെറിയ വിലയ്ക്കുള്ള ഈ ഒരു കുട്ടി കുട്ടി ഓർഗനൈസേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.